യം ശൈവാः സമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഹരിഃ ഹരിഃ. എല്ലാവരും 3 തവണ ഒരുമിച്ച് ഓംകാരം ജപിക്കുക. ജപിക്കുന്ന സമയത്ത് കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, ബുദ്ധിമുട്ടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് തൊണ്ടയും വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. നമ്മുടെ ഈ കൂട്ടധ്വനി ലോകം മുഴുവനും വ്യാപിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ സന്തോഷവും തൃപ്തിയും ഉളവാക്കണം എന്നുകൂടി നിങ്ങൾ വിചാരിക്കണം. ഹരിഃ ഹരിഃ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. നമ്മൾ 2-3 ദിവസമായിട്ട് ഭഗവത്ഗീത ചർച്ച ചെയ്ത് എന്ത് മനസ്സിലായി എന്നറിയാമോ? ജീവിതം അനുഭവാത്മകമാണ്, അനുഭവസ്വരൂപമാണ്. സർവ അനുഭവങ്ങളും ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു ഘടകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉൾവ്യക്തിത്വം, ആ ഉണർവ്. അത് പ്രവർത്തന രൂപത്തിൽ നമ്മൾ സ്ഫുരിക്കുന്നത് മനസ്സായിട്ടാണ്. ആ മനസ്സാണ് എല്ലാ അനുഭവങ്ങൾക്കും നിദാനം, കേന്ദ്രീകരണം. ഈ മനസ്സിൻ്റെ തന്നെ 3 അവസ്ഥയാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 എണ്ണം. ഈ 3 അവസ്ഥകളെയും മാത്രം ആശ്രയിച്ച് ഒരു ദർശനം, ഒരു സിദ്ധാന്തം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് എക്സ്പീരിയൻഷ്യലിസം എന്നാണ് ആ ദർശനശാസ്ത്രത്തെ. ദ ഫിലോസഫി ഓഫ് എക്സ്പീരിയൻഷ്യലിസം. അനുഭവം, അനുഭവം, അനുഭവാത്മകത എന്ന് പറയുന്ന ദർശനശാസ്ത്രം. എല്ലാം കൂടി നമുക്ക് 3 അവസ്ഥകളേ ഉള്ളൂ. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉറങ്ങുന്ന അവസ്ഥ, ഇതിന് 2നും മധ്യത്തിലുള്ളതായ സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ. ഈ 3 എണ്ണത്തിലുമുള്ള പാഠങ്ങൾ ഒരുപോലെ നാം
ശേഖരിച്ച് കൂട്ടിച്ചേർത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി ഗ്രഹിക്കാനോ ഒരു ജീവിത സിദ്ധാന്തം എടുക്കാനോ സാധിക്കൂ. ഇതെല്ലാം ഈ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. മനസ്സിലാണ് കേന്ദ്രീകരണം. ആ മനസ്സിലുള്ള കാര്യമാണ് നമ്മൾ 2-3 ദിവസമായി ചിത്രീകരിച്ചത്. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ്. ഈ സമ്പർക്കം നടക്കുന്നതും ഇന്ദ്രിയ തലത്തിലാണ്. ആ ഇന്ദ്രിയ തലത്തിൽ വരുമ്പോൾ ഈ ലോകവസ്തുക്കളെല്ലാം കൂടി ഉണ്ടാക്കി തീർക്കുന്ന അനുഭവം 5 എണ്ണം: ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇത് 5 എണ്ണം ഇന്ദ്രിയങ്ങൾ രൂപീകരിക്കുന്നുണ്ടെങ്കിലും അവയായിട്ടുള്ള നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ അത് മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുകൂലം, പ്രതികൂലം, തൃപ്തികരം, അതൃപ്തികരം, സുഖം, ദുഃഖം എന്ന് പറയുന്ന 2 അനുഭവമാണ്. മനസ്സിൽ വരുമ്പോൾ ഇത് 2ആയി, ഇന്ദ്രിയതലത്തിൽ 5ആയിരുന്നു. ഇനി അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ 2ഉം ഇല്ല, താൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർപ്പിക്കണം. ഇങ്ങനെ ലോകമുണ്ടെന്ന് പറയുന്നതും ആ ലോകത്തെ 5ആയി തിരിക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, ലോകമല്ല. നമുക്ക് 6 ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തിൻ്റെ 6ാമത്തെ വകുപ്പ് രൂപപ്പെടുമായിരിക്കാം. നമുക്ക് 12 ഇന്ദ്രിയങ്ങളാണെങ്കിൽ ഈ ലോകം 12ആയി നാം വിഭജിച്ചിട്ടുണ്ടാവും. പക്ഷേ മനുഷ്യൻ ജനിച്ചത് മുതൽക്ക് ഇന്നേ വരെ 5 ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് ഈ ലോകം ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളായി മാത്രം നമ്മുടെ മുൻപിൽ സ്ഫുരിക്കുന്നു, പ്രകടമാകുന്നു, പ്രകാശിക്കുന്നു. ഈ 5 എണ്ണം രൂപീകരിക്കുന്നത് നമ്മളിലുള്ള ഇന്ദ്രിയങ്ങളാണ്, അല്ലാതെ ലോകവസ്തുക്കളല്ല. ആ 5 എണ്ണം 2ആയി തീരുന്നത് നമ്മുടെ മനസ്സ് മൂലമാണ്. ആ മനസ്സിലുള്ള 2ഉം കൂടി തുടച്ചു മാറ്റി ഒന്നുമില്ലാതെയാക്കി തീർക്കുന്നതും നമ്മുടെ ഉള്ളുണർവാണ്. അപ്പം നമ്മുടെ ഉള്ളുണർവിന് ഈ ലോകത്തിനെ കാണാനും 5ആക്കി തീർക്കാനും സാധിക്കും. മനസ്ഥലത്തിൽ അത് 2ആക്കി തീർക്കാനും സാധിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതും വിട്ട് കിടന്നുറങ്ങുമ്പോൾ അതുമില്ലാതെയാവുന്നു. അപ്പം ഈ കാണുന്നത് മുഴുവൻ ഉടലെടുക്കുന്നത്, നിർഗളിക്കുന്നത്, ഉളവാകുന്നത്, പുറപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഇത് നിലനിൽക്കുന്നതും മനസ്സിലാണ്. ഇത് അവസാനിക്കുന്നതും നമ്മുടെ മനസ്സിൽ തന്നെ. അപ്പം നമുക്കുള്ള സ്ഥാനവും മതിപ്പും ഗൗരവവും കൂടിപ്പോണു, എത്രയോ കൂടിപ്പോണു. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ വ്യക്തിത്വത്തിലുള്ള എല്ലാ തലങ്ങളും ഈ ലോകവസ്തുക്കൾക്കുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളേക്കാൾ മികച്ചത്, ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളേക്കാൾ മികച്ചത്, മനസ്സിന് ദിശ നൽകുന്ന ബുദ്ധി മനസ്സിനേക്കാൾ മികച്ചത്. ആ ബുദ്ധിക്കും കൂടി അപ്പുറത്ത് കിടക്കുന്നതാണ് ഈ ആത്മതലം, ഞാൻ എന്ന ശബ്ദം കൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ വ്യക്തിത്വത്തിൽ എന്തെല്ലാം ഉണ്ടോ, ശരീരമടക്കം എല്ലാം ഈ ലോകവസ്തുക്കളേക്കാൾ മികച്ചതാണ്. കഴിവിൽ, ശ്രേഷ്ഠതയിൽ, സ്വാതന്ത്ര്യത്തിൽ, അതിനുള്ള എല്ലാ വിധത്തിലുള്ള മികവിലും സാമർഥ്യത്തിലുമെല്ലാം തന്നെ. അങ്ങനെ ലോകത്തെ കവച്ചു വയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തോടു കൂടി നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയൂ, നമുക്ക് എന്തിനാണ് അനാവശ്യമായ പരാധീനത? എന്തിനാണ് ദൗർബല്യം? അർജുനൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കിയിട്ടാണ് അവിടെ സന്നിഹിതരായിരിക്കുന്നവർ സ്വജനങ്ങളും മുത്തശ്ശനും ആചാര്യനുമെല്ലാം അണിനിരന്നിരിക്കുന്നു. ഇവരോടുകൂടി എനിക്ക് പടപൊരുതാൻ പറ്റില്ല എന്ന് അർജുനനെ കൊണ്ട് പറയിച്ചത് അർജുനൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളുമാണ്. അതേ മനസ്സിനെ, ബുദ്ധിയെ തട്ടി ഉണർത്തി ആ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്യിച്ച് മനസ്സിലുള്ള ദൗർബല്യങ്ങളും വികാര വിക്ഷുബ്ധതയും എല്ലാം തന്നെ കൃഷ്ണൻ തീർത്ത് അവസാനം അർജുനനെ സധീരം പടപൊരുതാൻ ശക്തനാക്കി തീർത്തു എന്നതും നമ്മുടെ മുൻപിലുള്ള വസ്തുതയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ചികിത്സിക്കേണ്ടത്, മികവ് വർദ്ധിപ്പിക്കേണ്ടത്, സമ്പുഷ്ടമാക്കേണ്ടത്, ഉത്തുംഗമാക്കി തീർക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ്, പ്രത്യേകിച്ചും ഉൾവ്യക്തിത്വത്തെ. അങ്ങനെ തീർക്കുന്നതിൽ നമുക്കൊരൊറ്റ സാധനയെ ചെയ്യാനുള്ളൂ: സമീകരിച്ചെടുക്കുക, ആത്മസാത്കരിച്ചെടുക്കുക എന്ന്. എന്തിനാ സമീകരിക്കുന്നത്? വെറും 2: സുഖം, ദുഃഖം. ഒന്നുകിൽ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്ന നേരിട്ട് ആ 2 എണ്ണം, അല്ലെങ്കിൽ സുഖദുഃഖജനകമായിരിക്കുന്ന
സുഖദുഃഖം രചിക്കുന്ന ദ്വന്ദ്വങ്ങൾ. ആ ദ്വന്ദ്വങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇന്നലെ പറഞ്ഞത്. എന്ത്? ലാഭാലാഭൗ ജയാജയൗ, ലാഭാലാഭൗ ജയാജയൗ. ലാഭമായാലും അലാഭമായാലും ജയമാണെങ്കിലും അപജയമാണെങ്കിലും ആ ലിസ്റ്റ് കൃഷ്ണൻ കാലക്രമത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു പറയുകയാണ്. ആ വർദ്ധിക്കുന്നതിൽ ഒരു ശ്ലോകമുണ്ട് 6-ാം അധ്യായത്തിൽ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർ വിശിഷ്യതേ. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾക്ക് ഇൻ്റർപേഴ്സണൽ ബിഹേവിയർ എന്ന് പറയും. വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റം വളരെ സങ്കീർണമാണ്, വിഷമമാണ്. നമ്മളൊക്കെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളായി ജനിക്കണു, വളരണു, പ്രായമൂപ്പ് വന്നു എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ സംസാരം, പ്രവർത്തനം, മനോഭാവം ഇതെല്ലാം മുതിർന്ന കുട്ടികൾ നോക്കി കാണുമ്പോൾ അതിൽ പല ഭാഗവും നമുക്ക് പിടിക്കാത്തതും ഉണ്ടാകാം, വളരെ പിടിക്കുന്നതും ഉണ്ടാവാം. അപ്പം നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും ഉദ്യോഗസ്ഥലത്തായാലും 3 തുറയാണ് നമുക്ക്. അവനവൻ്റെ വീട് വിട്ട് പുറത്ത് കിടന്നാൽ സമാജം, പ്രൊഫഷണൽ ഉദ്യോഗം ഭരിക്കുന്ന സ്ഥലം, ഇങ്ങനെ 3 എണ്ണമാണ്. ഈ 3 തുറയിലും നമുക്ക് മറ്റു വ്യക്തികളായി സമ്പർക്കം നടത്തേണ്ടി വരും. ആ സമ്പർക്കം വളരെ സങ്കീർണമാണ്. ആ സമ്പർക്ക ദശയിൽ ഒരു മനുഷ്യന് സാമർഥ്യം വേണം, കഴിവ് വേണം, സമീകരിച്ചെടുക്കാനുള്ള മികവും തികവും വേണം. അതാണ് ഇവിടെ പറയുന്നത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾക്ക് എപ്പോഴും ഹിതം ചെയ്യുന്നവൻ, ഏറ്റവും വിശേഷപ്പെട്ടവൻ. മിത്രം എന്ന് വെച്ചാൽ ചങ്ങാതി. അരി എന്ന് പറഞ്ഞാൽ ശത്രു. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, കണ്ടാൽ കാണും, പറയണമെങ്കിൽ പറയും, വിളിച്ചാൽ വരും, കൂടുതൽ ഒന്നിലും ഇടപെടാത്തൊരാൾ. ഉദാസീന. മധ്യസ്ഥൻ. എന്ത് പറഞ്ഞാലും ഇടയിലുള്ള കാര്യം മധ്യസ്ഥ ചിന്തയേ ഉണ്ടാവുള്ളൂ. ദ്വേഷ്യബന്ധുഷു. നമ്മളെ വെറുക്കുന്നവർ, നമ്മളുടെ ബന്ധുവായിട്ടുള്ളവർ. സാധുഷ്വപിച്ച പാപേഷു. ഈ ലോകത്തിലുള്ള എല്ലാവരെയും 2 തരമായിട്ട് കിടന്ന് തിരിക്കാം. ആ 2 എണ്ണം ആരാ? നല്ലവരും നല്ലതല്ലാത്തവരും. ഇവരോട് എല്ലാവരോടും സാധുഷ്വപിച്ച പാപേഷു സമബുദ്ധി വിശിഷ്യതേ. ഇവരോട് എല്ലാവരോടും ഒരേപോലെയുള്ള ഒരു സമീപനം നമുക്ക് വേണമെന്ന്. ഒരേപോലെയുള്ള സമീപനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ശത്രുക്കളെ പിടിച്ച് വീട്ടിൽ പാർപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശത്രുക്കളുണ്ട് ഈ ലോകത്തിൽ. ആ ശത്രുത എനിക്ക് അവരോടല്ല, ഒരു പക്ഷേ അവർക്ക് എന്നോടായിരിക്കാം. അവരുടെ ശത്രുതയെ തുടച്ചു മാറ്റാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ വേണ്ടപ്പെട്ടവരിയ്ക്കുന്നത് പോലെ നമ്മളോട് വേണ്ടായ്മ തോന്നുന്ന ജനങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുക്കണം എന്ന്. ഇത് ഞാൻ എത്ര തവണ പറയണമെന്ന് പറയും? നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുക്കണം. ഈ ലോകം സമ്മിശ്രമാണ്. അതിലെ ശിഷ്ടന്മാരും ശിഷ്ടന്മാരല്ലാത്തവരും ഉണ്ടാവും. ശിഷ്ടന്മാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം ദുഷ്ടന്മാർക്കും കൊടുക്കേണ്ടി വരും. നമുക്കൊരു പഴമൊഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ദുർജനം പ്രഥമം വന്ദേ സജ്ജനം തദനന്തരം മുഖപ്രക്ഷാളനാത് പൂർവം ഗുദപ്രക്ഷാളനം യഥാ. ഒരു സദസ്സുണ്ടെന്ന് വിചാരിച്ചോളൂ. അവിടെ പലരും വരും, പലരും വന്നിരിക്കും. അതിൽ നല്ല മനുഷ്യർ വരുന്നത് പോലെ കുറച്ച് നാട്ടു നേതാക്കന്മാരും പ്രഭുക്കളുമായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും. പെരുമാറ്റമൊന്നും അത്ര നല്ല. അവരിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് മുൻപന്തിയിൽ ഇരിക്കണമെന്ന് തോന്നും. ഇരുന്നില്ലെങ്കിൽ അവർക്ക് ദേഷ്യമായി, വെറുപ്പായി, പലതുമൊക്കെ ചെയ്തു എന്ന് വരാം. അങ്ങനെയുള്ളവരും വരുമ്പോൾ അവർക്ക് വിളിക്കുക, സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക, അവിടെ ഇരുന്നോട്ടെ, സന്തോഷമായി അവർക്ക്. അപ്പോൾ അതിനൊരു സദാചാരം പറയുകയാണ്, ഒരു ഫോമുല. എന്താണത്? ദുർജനം പ്രഥമം വന്ദേ. ദുർജനങ്ങളെ ആദ്യം വന്ദിക്കണം. സജ്ജനം തദനന്തരം. സജ്ജനങ്ങളെ അതിന് ശേഷം വന്ദിച്ചാൽ മതി. ദുർജനങ്ങൾക്ക് ക്ഷമയില്ല, സഹിഷ്ണുതയില്ല. അപ്പോൾ അവർ പെട്ടെന്ന് പ്രകോപിച്ചു പോകും. അപ്പോൾ അവരെ മുൻപ് നാം വന്ദിക്കണം. എന്നിട്ട് സജ്ജനങ്ങളെയോ പിന്നീട് വന്ദിച്ചാൽ മതി. അവർ ക്ഷമയുള്ളവരാ. ഇത്തിരി അപമാനം വന്നാലും പ്രക്ഷുബ്ധരാവില്ല. ഇത് ഏതുപോലെയെന്ന് വെച്ചാൽ, മുഖം കഴുകുന്നതിന് മുൻപല്ലേ മലദ്വാരം കഴുകുന്നത്? കേട്ടുവോ നിങ്ങൾ? എന്തോരു നോക്കൂ ദൃഷ്ടാന്തത്തിൻ്റെ മഹിമ. മുഖം വളരെ വിശേഷപ്പെട്ടതാണ്, മറ്റേ ഭാഗമോ അതങ്ങനെയല്ല. അപ്പം മുഖപ്രക്ഷാളനാത് പൂർവം. അപ്പോൾ മലദ്വാരം കഴുകണത് മുമ്പ് കഴിക്കുക, എന്നിട്ട് മതി മുഖം കഴുകൽ. അതുപോലെയാണ് ദുർജനങ്ങൾക്ക് ദേഷ്യം വരും. ഞാനിത് പറയണം കേട്ടോ. മുഖപ്രക്ഷാളനാത് പൂർവം ഗുദപ്രക്ഷാളനം യഥാ.
ഇത് വളരെ വിശേഷപ്പെട്ടതാ. ഞാൻ നിങ്ങളോട് ഇന്നലെ പറയുണ്ടായി, നാളെ പറയാം ആ ശ്ലോകം എന്ന്. മന്നിന്ദയായതി ജനോ പരിതോഷമേതി നന്മപ്രയത്ന സുലഭോയം അനുഗ്രഹോ മേ ശ്രേയോർത്ഥിനോ ഹി പുരുഷാഃ സ്ഥിരദുഃഖഭാജാ ദുഃഖാർജിതാന്യവിധനാനി പരിത്യജന്തി. നോക്കൂ, എന്നെ നിന്ദിച്ചതുകൊണ്ട് ആർക്കെങ്കിലും സന്തോഷമോ സൗഖ്യമോ തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഒന്നും കഷ്ടപ്പെടാതെ കിട്ടിയ ഒരു അനുഗ്രഹമാണല്ലോ. നമ്മുടെ ജീവിതം മുഴുവൻ ഗൃഹസ്ഥന്മാർ പ്രത്യേകിച്ചും കഷ്ടപ്പെടുന്നത് എന്തിനാ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണം സമ്പാദിച്ച് വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ എന്തുണ്ടാവും എന്നറിയോ? ഒരു കെട്ടിടം കെട്ടാൻ പോകണമെന്ന് പറയാം. കുടുംബക്കാരോട് ചോദിച്ചു, പ്രത്യേകിച്ചും ഗൃഹിണിയോട് ചോദിച്ചു, അതെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ വേണ്ടേ? ഇതാണ് ടാപ്പിൻ്റെ ഉയരം, സിങ്ക് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം, ഇതിൻ്റെ ഉയരമൊക്കെ നോക്കിയിട്ടുണ്ട്, വളരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്നുകിൽ അവർ പറയില്ല, അല്ലെങ്കിൽ വന്നിട്ട് ചിലതൊക്കെ പറയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പണി അങ്ങോട്ട് കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങിയ ലിസ്റ്റ് ഇതാ, ഇതിവിടെ ഉറച്ചത് ശരിയായില്ല, ഇത് അങ്ങോട്ട് പോകേണ്ടതായിരുന്നു, ഈ കട്ടളയ്ക്ക് വീതി കൂടി, ഇത് ഇങ്ങനെ ഓരോന്നാ പറയും, ഈ ജനാല പറ്റിയില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണം സമ്പാദിച്ച് ആ പണം മറ്റുള്ളവർക്ക് തൃപ്തി ഉണ്ടാകണം എന്ന് പറഞ്ഞ് ചെലവ് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നത് വിപരീത ഫലമാണ്. ശ്രേയോർത്ഥിനോ ഹി പുരുഷാഃ സ്ഥിരദുഃഖഭാജാഃ ദുഃഖാർജിതാന്യപി ധനാനി പരിത്യജന്തി. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണം എന്ന് വിചാരിച്ച് നാം ചെലവ് ചെയ്തിട്ടും കിട്ടുന്നത് എന്താ? കുറ്റം കൊണ്ട് കൂലി. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ ഇവിടെ കുറച്ച് പേരെ എന്നെ കുറ്റം പറഞ്ഞ് സന്തോഷിക്കണമപ്പാ, എനിക്ക് അവരായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ് അവർ സന്തോഷിക്കണമെങ്കിൽ അവരുടെ സന്തോഷത്തിന് ഞാൻ കാരണക്കാരനായി, അത് വലിയൊരു അനുഗ്രഹമല്ലേ എനിക്ക്? ഇവിടെ കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നത് എന്താ? മറിച്ചാണ് എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ സതത സുലഭദൈന്യേ നിസ്സുഖേ ജീവലോകേ യദി മമ പരിവാദാത് പ്രീതിമാപ്നോതി കശ്ചിത് പരിവദതു യഥേഷ്ടം മത്സമക്ഷം തിരോവാ ജഗതി ഹി ബഹുദുഃഖേ ദുർലഭ പ്രീതിയോഗ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് ഇഷ്ടം തോന്നുന്നുണ്ടോ? സതത സുലഭദൈന്യേ നിസ്സുഖേ ജീവലോകേ. ഈ ലോകം എങ്ങനത്താന്ന് വെച്ചാൽ വിവേകികൾ നോക്കുമ്പോൾ വളരെയധികം ദീനതയാണ്. ശ്രീരാമൻ്റെ കഥ ഞാനിവിടെ പറയുണ്ടായി. 16 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ സമ്മതം വാങ്ങി തീർത്ഥയാത്രയ്ക്ക് പോയി ഭാരതത്തിലുള്ള സ്ഥിതിഗതികൾ മുഴുവൻ നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ പറയാണ്, മനുഷ്യരൊക്കെ കാമാസക്തന്മാരാണ്, സ്വപ്നത്തിൽ പോലും ഒരു നല്ലവനെ കാണാനില്ല, അതുകൊണ്ട് എനിക്ക് ഊണും വേണ്ട ഉറക്കവും വേണ്ട ഒന്നും വേണ്ട, ഞാൻ വേണ്ട. ഇതാണ് രാമൻ്റെ സ്ഥിതി. അപ്പോൾ സതത സുലഭദൈന്യേ നിസ്സുഖേ ജീവലോകെ. നമ്മുടെ ജീവൻ്റെ ഈ ലോകത്തിൽ ദീനത ധാരാളമുണ്ട് ഈ ലോകത്തിൽ. യതി മമ പരിവാദാത്, അങ്ങനെ എല്ലാ ദിക്കിലും ദീനത അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ ഇടയിൽ എന്നെ കുറ്റം പറഞ്ഞത് കൊണ്ട് ആർക്കെങ്കിലും ഒരുത്തന് പോലും സന്തോഷമുണ്ടെങ്കിൽ വളരെ നന്നായി. പരിവദതു യഥേഷ്ടം, ഇഷ്ടം പോലെ പറഞ്ഞോട്ടെ. മത്സമക്ഷം, എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ ആ ആളുടെ സന്തോഷത്തിൽ ഞാനും പങ്കെടുക്കാം. സന്തോഷം ഉണ്ടായില്ലോ എന്ന് വിചാരിച്ച് എനിക്കും സന്തോഷം തോന്നും. അല്ല, മുമ്പിൽ പറയാൻ തയ്യാറില്ല, പിന്നിലാണെങ്കിലോ അതിന് എനിക്ക് വിരോധമില്ല. പരിവദതു യഥേഷ്ടം മത്സമക്ഷം തിരോവ ജഗതി ബഹുദുഃഖേ ജഗതി. ധാരാളം ദുഃഖം പരന്നു പിടിച്ച് കിടക്കുന്ന ഈ ലോകത്തിൽ ദുർലഭ പ്രീതിയോഗ. പ്രീതി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞിട്ടെങ്കിലും 2 ആൾക്കോ 1 ആൾക്കോ 10 ആൾക്കോ 20 ആൾക്കോ സന്തോഷമുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ് എനിക്കും എന്ന് പറഞ്ഞിരിക്കുക. നോക്കൂ, അവനവൻ്റെ മനസ്സിനെ അതിൻ്റെ നോട്ടവും അതിൻ്റെ വിലയിരുത്തലും മാറ്റിയെടുത്ത് പ്രതികൂല സാഹചര്യത്തിൽ പോലും അനുകൂല സാഹചര്യത്തിൽ എന്നതുപോലെ സന്തോഷിക്കാനുള്ള വിചാര പദ്ധതിയാണിത്. ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധിവിശേഷം. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത് ചുറ്റുപാടിലും നാം തളരാതെ നമുക്ക് നോക്കണം.
പുതിയ പുതിയ വിചാരങ്ങൾ നാം വളർത്തിയെടുക്കണം. അതിലൊക്കെ നാം കുശലന്മാരും സമർത്ഥന്മാരുമാകണം. യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സ്ഥിതിവിശേഷത്തിലും നാം സന്തോഷിക്കത്തക്ക വിധത്തിൽ, ഉത്സാഹഭരിതരാവത്തക്ക വിധത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി അതിന് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും നിരൂപണങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ എപ്പോഴും തുഷ്ടമാക്കി നിർത്താനുള്ള ഒരു വീക്ഷണഗതി സാമർഥ്യം അതുണ്ടാവണം. ഈ പടക്കളത്തിൽ 2.5 മണിക്കൂർ സംസാരിച്ച് അർജുനനെ പോലെ വിഷണ്ണനായി അമ്പുമില്ലും ഉപേക്ഷിച്ചിരുന്ന അർജുനനെ കൃഷ്ണൻ്റെ സംസാരം കൊണ്ട് ഉത്സാഹവാനാക്കി തീർത്ത് സംശയങ്ങളൊക്കെ തീർത്തു. ഇത് ഒവായാന്നാണ് നിങ്ങൾ പറയണേ? കൃഷ്ണനെ യോഗചക്രവർത്തി എന്ന് പറയാനുള്ള ഒരൊറ്റ കാരണം ഈ അർജുനന് കൊടുത്ത ഉപദേശത്തിൻ്റെ മഹിമയാണ്. അതുമാതിരി എന്തു വന്നാലും ഈ അധ്യാത്മവിദ്യയെ വേണ്ടതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിച്ച് വിവരിച്ച് ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും എങ്ങനത്തെ സാഹചര്യമായാലും. ഈ രാജ്യം വളരെ വിശേഷപ്പെട്ടതാണ് കൂട്ടരെ. പല സന്ദർഭങ്ങളിലും നമുക്ക് പുതിയ പുതിയ സ്മൃതിശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേക സാഹചര്യത്തിനെ നേരിടാൻ വേണ്ടി. അങ്ങനെ എത്ര സ്മൃതികളാണ് നമുക്ക്? മനുസ്മൃതി, പരാശരസ്മൃതി, വ്യാസസ്മൃതി, ബോധായന സ്മൃതി, എത്രയൊക്കെ സ്മൃതികളാണ്. ഓരോന്നും ഉണ്ടാക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പോലെയാണ്. പുതിയ ഡെവലപ്മെൻറ്റ്, പുതിയ സംഭവവികാസമുണ്ടല്ലോ, ആ സംഭവവികാസത്തിൽ ഒരു വീക്ഷണഗതി കൊണ്ടുവരികയാണ്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്താ ഒരു മിണ്ടാത്തേ? ഒന്ന് പറയനപ്പാ പറയൂന്ന്. ശ്രീരാമൻ്റെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്ന് നിങ്ങൾക്കറിയോ? എത്ര പേർക്കറിയാം? എല്ലാവരും ഇവിടെ വന്ന് ജനിക്കുന്നത് കുറേ കൃത്യങ്ങൾ ചെയ്യാനാണ്. അത് രാജാക്കന്മാർക്ക് രാജകൃത്യങ്ങൾ. അപ്പോൾ ശ്രീരാമൻ ജനിച്ച ആ ഉദ്ദേശങ്ങളൊക്കെ ഏതാണ്ട് മുഴുവനായി. കൃഷ്ണനെ പോലെ മടങ്ങി പോകാൻ തയ്യാറില്ല. എന്താ, മടങ്ങി പോകണമല്ലോ, അതിനൊരു പ്രൊവക്കേഷൻ, എന്തെങ്കിലും ഒരു പ്രേരണയോ നിർബന്ധമോ വേണം. അപ്പോൾ ശ്രീരാമൻ സാഹചര്യങ്ങളെ മുഴുവൻ നേരിട്ട് ഭാര്യയെ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിച്ചു, സിംഹാസനം ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ബ്രഹ്മാവ് വന്നു, കാലഭൈരവൻ വന്നു എന്ന് പറയും, ഓർമ്മയില്ല എനിക്ക്. വന്നിട്ട് ശ്രീരാമചന്ദ്രനോട് കൂടി ഒന്ന് സംസാരിക്കണം. എൻ്റെ സംസാരം വളരെ പ്രൈവറ്റാണ്. അതുകൊണ്ട് രാമനായിട്ട് സംസാരിക്കുമ്പോൾ ഒരാളും അവിടെ വരരുത്, ഇടപെടരുത്. അതിന് തക്ക ഒരു കാവൽക്കാരനെ അവിടെ നിർത്തണം, ലക്ഷ്മണനായിക്കോട്ടെ. അപ്പം ഞാനും ശ്രീരാമനുമായിട്ട് സംസാരിക്കുമ്പോൾ വാതിൽ മുട്ടുകയെ തുറക്കുകയെ നുഴഞ്ഞു കയറുകയോ ഒന്നും പാടില്ല, മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞു. സമ്മതിച്ചു. എന്തെങ്കിലും തോൽവി വന്നാൽ ആ ആരുടെ തോൽവി വന്നു ആ ആളുടെ കഴുത്ത് മുറിച്ചെടുക്കേണ്ടി വരും. അത്രയ്ക്ക് കർശനമായിട്ടാണ് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് സംസാരിക്കുന്ന വിവരം എന്താ? മഹാപ്രഭോ, അങ്ങ് ലോകത്തിൽ വന്നിട്ട് വളരെ കാലമായി, ശിഷ്ടകൃത്യങ്ങളൊക്കെ നിർവഹിച്ചു, മര്യാദാ പുരുഷോത്തമൻ എന്ന പേര് സമ്പാദിച്ചു. പിൽക്കാലത്ത് അങ്ങയുടെ പേരും നാളും ചരിതവുമെല്ലാം ജനങ്ങൾ സ്തുതിച്ച് സന്തോഷിച്ച് അതുപോലെ ആയിത്തീരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഇനി മതി, അതുകൊണ്ട് തിരിച്ചു പോവാമെന്ന് പറയാനാണ് വന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ദുർവാസാ മഹർഷി, ഈ ദുർവാസാവിനെ പറ്റി നിങ്ങൾക്കറിയാം, അങ്ങേയറ്റത്തെ കോപാണ്. എന്തെങ്കിലും വേണ്ട സ്ഥാനത്തും വേണ്ടാത്ത സ്ഥാനത്തും ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ശാപം അഗ്നി പോലെ ജ്വലിപ്പിക്കും. ദുർവാസാവ് ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ശ്രീരാമചന്ദ്രനെ ഇപ്പം കാണണമെന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇപ്പം കാണാൻ പറ്റില്ല, ആ വാതിൽ തുറക്കാനോ അവിടെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യാനോ പറ്റില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ കടത്തിവിട്ടില്ലെങ്കിൽ ഈ രാജധാനിയെ മുഴുവനും ഈ വംശത്തെ മുഴുവനും ശപിക്കും. അതുകൊണ്ട് എങ്ങനെയായാലും എന്നെ കടത്തിവിടണം. പോട്ടെ, ഇപ്പം കടത്തിവിട്ടാൽ എന്തുണ്ടാവും? എൻ്റെ വധം നടക്കും. ആയിക്കോട്ടെ, എന്നാലും ഈ വംശത്തിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ അവിടെ ചെന്ന് പറഞ്ഞു. ദുർവാസാ മഹർഷിയെ വിളിച്ചു. എന്തായിരുന്നു ദുർവാസാ മഹർഷിയുടെ ആവശ്യം? ഞാൻ ദീർഘകാലം തപസ് ചെയ്ത് എണീറ്റിരിക്കുക, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, അതുകൊണ്ട് വയറ് നിറച്ച് ചോറ് തരണമെന്ന് പറയാനാണ് അവിടെ പോയത്. കേൾക്കണോ വർത്തമാനം? സ്വർഗത്തിലെ കട്ടുറുമ്പ്. ശരി, ദുർവാസാ മഹർഷി പോയി, ബ്രഹ്മാവും പോയപ്പോൾ എന്തായി ഇപ്പോൾ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇനിയിപ്പോൾ ലക്ഷ്മണൻ ഇടയിൽ വന്ന് ഉപദ്രവിച്ചതിന് ശിക്ഷ കൊടുക്കണം. അതെന്താ ശിക്ഷ? കഴുത്തു വെട്ടണം.
അപ്പോൾ ശ്രീരാമന് ലക്ഷ്മണൻ്റെ കഴുത്ത് വെട്ടുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ വലിയ വിഷമത്തിലായി. അപ്പോൾ വസിഷ്ഠ മഹർഷിയെ കുലഗുരുവാണ് വിളിച്ച് ചോദിച്ചു, സംസാരിച്ചു. ഇതല്ലെങ്കിലും ഇതുപോലെയുള്ള അർജുനനും യുധിഷ്ഠിരനുമായി നടന്ന ധാർമ്മികമായ ചില പരീക്ഷണങ്ങൾ പരസ്പരം കൊല്ലണം എന്നുള്ള നിലയെത്തിയത് ആ ധർമ്മകൽപ്പദ്രുമത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ പറയണു ചെറിയൊരു ചെറുവിരലിന് എന്തെങ്കിലും തട്ടിയാൽ ബഹളായി. എത്ര വലിയ വലിയ പ്രതിസന്ധികളാണ് നമ്മുടെ പൂർവികർ നേരിട്ടിരിക്കുന്നത്. അതെല്ലാം പരിഹരിക്കാനുള്ള കൗശലങ്ങളും വിധികളും അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ലക്ഷ്മണനെ കൊല്ലേണ്ടത് തന്നെയാണ്. പക്ഷേ ലക്ഷ്മണനെ രാമ നീ എങ്ങനെ കൊല്ലും? അത് സാധ്യമല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കൊല്ലുന്നതിന് തുല്യമാണ് ഒരാളെ ഉപേക്ഷിച്ചാൽ. ലക്ഷ്മണൻ അനിയനാണ്, രാജധാനിയിലാണ് താമസം. രാമന് ഒരു നാൾ പോലും ലക്ഷ്മണനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, കണ്ണിലുണ്ണിയാണ്. അപ്പോൾ ആ ലക്ഷ്മണനെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ തന്മൂലമുള്ള ആ വിരഹ ദുഃഖമുണ്ടല്ലോ, ആ ദുഃഖം മരണത്തെ അതിശയിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ലക്ഷ്മണനെ ഉപേക്ഷിച്ച് കളയാന്ന് പറഞ്ഞു. കണ്ടോ പുതിയ ഒരു വിധി ഉണ്ടാക്കിയത്. കൊല്ലുന്നതിന് പകരം ഉപേക്ഷിച്ചാൽ മതി എന്നൊരു വിധിയാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണൻ നേരെ ഓടിച്ചെന്ന് സരയൂ നദിയിൽ ചെന്ന് അവിടെ പത്മാസനത്തിലിരുന്ന് ശരീരം വിട്ടു. താമസിയാതെ ശ്രീരാമനും പോയി അതുപോലെ ചെയ്ത ശരീരം ഉപേക്ഷിച്ചു പോയി. ഞാൻ ഇത് എന്തിനാ പറഞ്ഞത്? എന്ത് പ്രതിസന്ധികൾക്കും നമുക്ക് പ്രതിവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം വളരെ വിശേഷപ്പെട്ടതാണ്. ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നിരാശ പിടിപെട്ടു പോകരുത്. ആത്മഹത്യ ചെയ്യുക അതിനും പുറപ്പെടരുത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലാണല്ലോ വിഷമം, ബുദ്ധിക്കാണല്ലോ സംശയം. ഈ മനസ്സിൻ്റെ വിഷമത്തെയും ബുദ്ധിയുടെ സംശയത്തെയും ചോദ്യത്തെയും എല്ലാം വേണ്ട രൂപത്തിൽ പരിഹരിക്കാനുള്ള ആത്മപ്രഭാവം ഈ ബുദ്ധിയുടെ തൊട്ട് താഴത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഉണ്ട്. നമ്മൾ പേറി നടക്കുന്നത് ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും അതിനപ്പുറമുള്ള ലോകത്തെ മുഴുവനും താങ്ങി നിർത്തുന്ന ആത്മപ്രഭാവത്തെയും നാം പേറി നടക്കണു കൂട്ടരെ. നിങ്ങൾ വെറും മനുഷ്യരല്ല, ചത്തുപോകാനുള്ളവർ. നിങ്ങൾ അമരന്മാരാണ്, അമർത്യരാണ്. ശരീരത്തിന് മർത്യസ്വഭാവം ഉള്ളതുപോലെ ആ ഉൾ വ്യക്തിത്വത്തിന് അമർത്യ സ്വഭാവവും സ്വരൂപവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാലത്തും നിങ്ങൾ തളരരുത്. ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ല ഈ കാര്യം. മഹാജനങ്ങളെ സമീപിക്കൂ, അവിടെ ചെന്നാൽ കാര്യങ്ങളൊക്കെ മാറും. വസിഷ്ഠൻ ശ്രീരാമനോട് പറയാണ്, എന്താ പറയണേ? ശൂന്യമാകീർണതാമേതി മൃത്യുരപ്യുത്സവായതേ ആപത് സമ്പതി വാഭാതി വിദ്വജ്ജന സമാഗമേ. അറിവുള്ളവരുടെ അടുത്ത്, സജ്ജനങ്ങളുടെ അടുത്ത് ചെന്ന് പെട്ടാൽ അയ്യപ്പോ സർവകാര്യങ്ങളും മാറും. എങ്ങനെ മാറും? ശൂന്യമാകീർണതാമേതി. ശൂന്യം എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ, അവസരങ്ങൾ പൂർണ്ണമായി തീരും. മാത്രമോ മൃത്യുരപ്യുത്സവായതേ. മരണം വളരെ ക്ലേശകരം, ദുഃഖമൊക്കെയാണ്. ചെറുപ്പകാലത്ത് മരിച്ചാൽ കൂടുതലാണ് അത് ചൊല്ലിയുള്ള ദുഃഖം. അങ്ങനെ എല്ലാവിധത്തിലും ദുഃഖത്തിൽ ആഴ്ത്തുന്ന മരണമുണ്ടല്ലോ, അത് ഉത്സവ സദൃശമായി മാറുന്നു. ഉത്സവ സദൃശമായി മാറും. ഞാൻ എപ്പോഴും പറയും, ജീവിച്ചിരിക്കുന്ന കുട്ടികൾ അച്ഛനമ്മമാരെ പഠിപ്പിക്കാറില്ല, അവർ പഠിക്കാറുമില്ല. അതിനിടയിൽ ഏതെങ്കിലും ഒരാൾ അകാലത്തിൽ മരിച്ചു പോയാൽ ആ കുട്ടിയെ ഓർത്തോർത്ത് അവർക്ക് കാര്യമായ മാറ്റം ജീവിതത്തിൽ വരും. ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ പഠിക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നു. അവൻ പഠിച്ച് പാസ്സായതിനു ശേഷം എന്തോ ചെറിയ ജോലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആശ്രമത്തിൽ വരുമ്പോൾ അവനൊരു പ്രത്യേകത കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ 30-40 മിനിറ്റേ ഇരിക്കൂ. അവിടുത്തെ ഇറയത്തിൽ ഇങ്ങനെ കുട്ടിത്തിണ്ണയിൽ ചാരിയിരിക്കും. എന്നിട്ട് എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഞാൻ മറുപടി പറയും. കഴിഞ്ഞു. അവൻ എണീറ്റൊരു പോക്കും പോവും. ഒരു ഗ്ലാസ് ചായ ആശ്രമത്തിൽ നിന്നും കുടിച്ചിട്ടില്ല. ഒരു പ്രത്യേകതയല്ലേ ഇത്? 2-3 തവണ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ ആരാ, നിൻ്റെ കുടുംബം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഉന്നത കുലത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. അതവൻ്റെ മുഖത്തിലും കാണാം, അവൻ്റെ സംസാരത്തിലും കാണാം. ഒക്കെ കഴിഞ്ഞു. എത്ര മാസം കഴിഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസം വീട്ടിൽ അമ്മയ്ക്ക് മകനെ കാണാനില്ല. അന്വേഷിച്ച് കാണാനില്ല. ചെന്നപ്പോൾ മുകളിൽ വിഷം കുടിച്ച് മരിച്ചു കിടന്നു.
അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം എത്ര അധികം ദുഃഖം ആ അമ്മയ്ക്ക് കാണുന്നത്. ആ ദുഃഖാവസരത്തിലാണ് അമ്മ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്ന് എന്നെ കണ്ടത്. ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക് ധാരാളം സംസാരിക്കുന്ന ആളാണെന്ന്. തുടങ്ങി സംസാരിക്കാൻ. സംസാരിച്ച് ഇടയ്ക്ക് ഞാൻ അമ്മയോട് പറയും, എന്താ പറയുക, അതേ പെറ്റ കുട്ടിയെ പെറ്റു വളർത്തി അമ്മിഞ്ഞ കൊടുത്ത് വളർത്തിയിട്ടുള്ള ഹൃദയമല്ലേ, കുറച്ച് ദിവസമോ കുറച്ച് മാസമൊക്കെ പിടിക്കില്ലേ ഈ ദുഃഖം ഒന്ന് താരം ചെയ്തു പോവാൻ. പക്ഷേ നമുക്കതിൻ്റെ കാലാവധി കുറയ്ക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 2-3 മാസം കഴിയുമ്പോഴേക്കും അമ്മയുടെ ഭാഷ അങ്ങോട്ട് മാറി. ഭാഷ മാറി. ഞാൻ തൃശ്ശൂരിൽ സംസാരിക്കുന്ന ആ സംസാരം മുഴുവനും CD മേടിച്ച് കൊണ്ടുപോകും. അതിങ്ങനെ ഇട്ട് കേട്ട് അതിൽ ഞാൻ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഈ അമ്മ ആവർത്തിച്ച് പറയും. ഭഗവത്ഗീതയെ പറ്റിയും ഭാഗവതത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ തക്കവണ്ണം അവർക്ക് വൈപുല്യം വന്നു കഴിഞ്ഞു മനസ്സിന്. അങ്ങനെ അപ്പോൾ അവർ പിന്നീട് പറഞ്ഞു തുടങ്ങി, ആ കുട്ടി എൻ്റെ പുത്രനല്ല, എന്നെ പഠിപ്പിച്ച ഗുരുവാണെന്ന്. കേൾക്കണം നിങ്ങൾ. ദേവഹൂതിയുടെ മകൻ കപിലനെ പോലെയായി എന്നാണ് പറയണത്. ഞാൻ വിചാരിച്ചു എൻ്റെ മകനായിരുന്നു എന്ന്. അല്ല, അവൻ വാസ്തവത്തിൽ എന്നെ പഠിപ്പിക്കാൻ വന്ന ഗുരുവാണെന്ന് ആ അമ്മ പറയണതാ. എത്ര ചിരിച്ചുകൊണ്ടാണ് അവർ പെരുമാറുന്നതും സംസാരിക്കുന്നതും. എപ്പോൾ നോക്കിയാലും ഭക്തി അന്വർത്ഥമാകുന്നത് അവരുടെ ജീവിതത്തിലും അവരുടെ വ്യക്തിത്വത്തിലുമാണ്. ഇങ്ങനെ എത്ര കേസസാണ്. മൃത്യുരപ്യുത്സവായതേ, ഒരു മൃത്യു വാസ്തവത്തിൽ ഉത്സവമായി തീരുമത്രേ. ആപത് സമ്പതി വാഭാതി, ആപത്ത് സമ്പത്തായി രൂപാന്തരപ്പെടും. എങ്ങനെയാണെങ്കിൽ വിദ്വജ്ജനസമാഗമേ, അറിവുള്ളവരുടെ അടുത്ത് ചെന്നാൽ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കാൻ സമർത്ഥമല്ല, അതിനുള്ള അനുഭവസമ്പന്നതയില്ല, പരിചയമില്ല, വിവേകവും ഉണ്ടായി എന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് സാരാംശങ്ങൾ മുഴുവൻ കടഞ്ഞെടുത്ത് കൊടുത്ത് ചിന്തിക്കൂ എന്നിങ്ങനെ പറയുക. ശ്രീരാമനോട് സംസാരിച്ച് എന്തായി? ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാലിൻ്റെ ഓരോ തുള്ളി വെള്ളത്തിൽ വീണാൽ വെള്ളം നിറം മാറി അവസാനം പാലായി രൂപാന്തരപ്പെടുന്നത് പോലെ, അതുപോലെ നമ്മുടെ മനുഷ്യ മനസ്സ് ദേവമനസ്സായിത്തീരും, നമ്മുടെ ബദ്ധ മനസ്സ് മുക്ത മനസ്സായിത്തീരും, അസന്തുഷ്ട മനസ്സ് പരമസന്തുഷ്ടമായിത്തീരും. ഇത് നടക്കുന്ന സംഭവമാണ്. പഞ്ചപാണ്ഡവന്മാർ കാട്ടിൽ പോകുന്ന സമയത്ത് വിതുരൻ മഹാനീതിജ്ഞനാണല്ലോ. ആ വിതുരനെ പോയി കണ്ട് നമസ്കരിച്ചപ്പോൾ വിതുരൻ കൊടുത്തൊരു ഉപദേശമാണ്, നിങ്ങൾ കാട്ടിലേക്കാണ് പോണത്, വനവാസം എന്ന് പറഞ്ഞാൽ കാട്ടിൽ മൃഗങ്ങളുടെ കൂടെ ജീവിക്കാനല്ല, വനാന്തരത്തിൽ കഴിയാന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവിടെയും പല സംഭവങ്ങളും നടക്കും. ശ്രീരാമൻ്റെ ദണ്ഡകാരണ്യ വാസക്കാലത്ത് രാക്ഷസന്മാരെ മുഴുവനും കൊന്നൊടുക്കലായിരുന്നല്ലോ കൃത്യം. ദണ്ഡകാര്യത്തിൽ അനവധി തപോനിധികളുണ്ടായിരുന്നു. ആ തപോനിധികളുടെ തപസ്സാണ് ഭാരതത്തിൻ്റെ ശക്തി. നിങ്ങൾ കേൾക്കണുണ്ടോ? ഇല്ല. ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള അധ്യാത്മ കേന്ദ്രങ്ങളും അധ്യാത്മനിഷ്ഠ നയിക്കുന്നവരുമാണ് ആ രാജ്യത്തിൻ്റെ ശക്തി. അങ്ങനെ ദണ്ഡകാരണ്യത്തിലുണ്ടായിരുന്ന തപോധനന്മാരും തപോനിധികളും അവരെ ആക്രമിക്കാനാണ് ഖരദൂഷണ ത്രിശരസ്സുമാരെ പറഞ്ഞയച്ചിരുന്നത്. ആദ്യം രാവണൻ ആക്രമിച്ച് കീഴടക്കാൻ പുറപ്പെട്ടത് ദണ്ഡകാരണ്യമാണ്. എതിർച്ചയാ ശ്രീരാമൻ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെന്നപ്പോൾ എതിർച്ചയാണ് നടന്നത്. അപ്പോൾ അവിടെ മിണ്ടാൻ്റെ ഒന്നും ഇരുന്നില്ല. അതുപോലെ പാണ്ഡവന്മാരുടെ വനവാസകാലത്തും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ വിതുരൻ പറഞ്ഞു, നോക്കൂ, കഷ്ടപ്പെടുന്ന കാലമാണ് അടുത്ത 12-13 കൊല്ലക്കാലം. എന്തു വന്നാലും വിഷമിച്ചാലും ആപത്ത് വന്നാൽ നിങ്ങൾ സജ്ജനങ്ങളെ കണ്ട് വണങ്ങി അല്പസമയം ചെലവ് ചെയ്യാതെ ഇരിക്കരുതെന്ന് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടാണ് വിതുരൻ പറഞ്ഞയച്ചത്. ഇതാണപ്പാ നമ്മുടെ ഭാരതം. നിങ്ങളോട് മഹാഭാരതം വായിക്കാൻ പറയണത് എന്തിനാ? കഥ വായിക്കാനല്ല. അതിലുള്ള ഓരോ സന്ദർഭങ്ങളും ഓരോ പെരുമാറ്റങ്ങളും ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒപ്പിച്ചു നോക്കി നമുക്ക് വേണ്ട മൂല്യപാഠങ്ങളും സിദ്ധാന്തങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടി, ആത്മസാത്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ വിശേഷപ്പെട്ടതാണ്. ശൂന്യമാകീർണതാമേതി മൃത്യുരപ്യുത്സവായതേ
ആപത്സമ്പതി വാ ഭാതി വിദ്വജ്ജനസമാഗമേ. നിങ്ങൾ വിചാരിക്കുന്ന കറുപ്പും കാലുഷ്യവും എല്ലാം പോകും. മനസ്സ് പ്രസന്നമാകും. ബുദ്ധി അതിസൂക്ഷ്മമാകും. നിങ്ങളുടെ ദൃഷ്ടി സങ്കുചിതത്വം എന്ന് പറയുന്നത് വിട്ട് അതിവിശാലവും വിസ്തൃതവുമാകും. ഈ ലോകം മുഴുവനും നിങ്ങളുടെ മുൻപിൽ ചെറുതായിട്ട് തോന്നും, വലുതായിട്ട് തോന്നില്ല. നിങ്ങളെല്ലാവരും ഓരോ മഹാകർത്താ, എന്തും പ്രവർത്തിക്കാൻ പറ്റുന്ന മഹാകർത്താക്കളും മഹാഭോക്താക്കളുമായി തീരും. എന്തു വേണമെങ്കിൽ ചെയ്യാം, എന്തു വേണമെങ്കിൽ അനുഭവിക്കാം. ദുഃഖം എത്രയും അനുഭവിക്കാം, സുഖം എത്രയും അനുഭവിക്കാം. അപ്പം നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ആ അങ്ങോട്ട് വികസിച്ച് വരും. അങ്ങനെ മനുഷ്യൻ്റെ ക്ഷമതയെ, സാമർഥ്യത്തെ, കഴിവിനെ, കുശലതയെ കണ്ടമാനം വർദ്ധിപ്പിക്കുന്നതാണ് അധ്യാത്മം എന്ന് പറയുന്ന ചിന്തയും അനുഷ്ഠാനവും അതിൽ കിട്ടുന്ന നേട്ടങ്ങളും. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. അപ്പം ശ്രീരാമൻ്റെ ജീവിതം അവസാനിച്ചത് എങ്ങനെയാ? ലക്ഷ്മണനെ കഴുത്ത് വെട്ടണം എന്നുള്ള ഒരു നില വന്നു. അതിന് പകരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. രാമരാവണ യുദ്ധത്തിന് മധ്യത്തിൽ ലക്ഷ്മണൻ ബോധക്കേടോടുകൂടി കടന്നപ്പോൾ ശ്രീരാമൻ പുലമ്പിയത് രാമായണത്തിൽ നിന്ന് വായിച്ചു നോക്കൂ. ലക്ഷ്മണനില്ലാതെ അര സെക്കൻഡ് ഇനി ഇരിക്കാൻ പറ്റില്ല. സീതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പുലമ്പിയില്ല. അത്ര സ്നേഹമുള്ള ആ ലക്ഷ്മണനെ തൻ്റെ കയ്യിൽ വാളെടുത്ത് കഴുത്ത് വെട്ടണം എന്നുള്ള ഒരു ദുർഘടം പിണഞ്ഞു. ആ പിണഞ്ഞതിന് പരിഹാരം കണ്ടത് ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ടാണ്. അപ്പോഴും അതൊരു വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. ജീവിതം എങ്ങനെയെങ്കിലും അവസാനിക്കണമല്ലോ. ഭീഷ്മൻ്റെ കാര്യത്തിൽ മാത്രം ശരശയ്യയിൽ കിടന്ന് ഉത്തരായനം വരുന്നത് വരെ കാത്തിരുന്ന് അദ്ദേഹം സ്വേച്ഛാമൃതിയായിരുന്നു. എപ്പോൾ വേണം തോന്നിയോ അപ്പോഴേ മരിക്കുള്ളൂ. അച്ഛൻ കൊടുത്ത ഒരു വരാണത്. അപ്പോൾ ആ വരം മേടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അതുപോലെ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. കർമ്മരംഗത്ത് നമുക്ക് പല വിധത്തിലുള്ള വിരഹങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാവും. അതെല്ലാം നേരിടാനുള്ള ശക്തി നമ്മുടെ മനസ്സിനുണ്ട്. അത് വേണ്ടതുപോലെ അറിഞ്ഞ് ഉണർന്ന് പ്രകടമാക്കണം. അതാണ് നമുക്ക് ആവശ്യം. സാധുഷ്വപിച്ച പാർശ്വേഷു സമബുദ്ധിർ വിശിഷ്യതേ. ആദ്യം പറഞ്ഞു സുഖദുഃഖങ്ങളിൽ സമത്വം വേണമെന്ന്. പിന്നെ പറഞ്ഞു സുഖദുഃഖങ്ങൾ രചിക്കുന്ന ലാഭാലാഭങ്ങളിലും ജയാജയങ്ങളിലും വേണമെന്ന്. പിന്നീട് പറയുന്നു 12-ാമത്തെ അധ്യായത്തിൽ സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമഃ സംഘവിവർജിത. കേൾക്കുന്നുണ്ടോ? ആ സമം എന്നുള്ള വാക്കിനാണ് ഞാൻ ഇത്രയും പറയണത്. ഭഗവത്ഗീതയിൽ അടിമുടി ഈ സമത്വ പരിശീലനം മാത്രമേ ഉള്ളൂ. ഈ പരിശീലനത്തിനാണ് യോഗം 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 എന്ന് പറയുന്നത്. സമത്വം യോഗ ഉച്യതേ. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. സമശത്രൗ ച മിത്രേ ച, ശത്രുവിലും മിത്രത്തിലും. തഥാ മാനാപമാനയോ. ചിലപ്പോൾ മനുഷ്യർ നമ്മളെ ആദരിക്കും, ചിലർ അപമാനിക്കും. ആദരിക്കുന്നവർ അവർക്ക് ആദരവ് ഇഷ്ടമായതുകൊണ്ട്, അപമാനിക്കുന്നവരോ അപമാനിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട്. സത്വഗുണക്കാർ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കും. രജോ ഗുണക്കാരോ എരിവും പുളിയൊക്കെ കൂട്ടും. തമോ ഗുണക്കാരോ പഴയതും വെളിച്ചതും ഒക്കെ അവരും കഴിക്കും. ഇത് മൂന്നും കഴിക്കുന്നവരെ നമ്മുടെ ഇടയിൽ കാണാം. എന്താ ചെയ്യുക? ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരെ എല്ലാം ഉപേക്ഷിക്കാനോ ഇല്ലാതെയാക്കാനോ പറ്റുമോ? പറ്റില്ല. അവരോട് കൂടി ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ശീതോഷ്ണ സുഖദുഃഖേഷു. ഈ സുഖം ദുഃഖം എന്ന് പറയുന്നത് ഒരേ മാതിരി അനുഭവപ്പെടുന്നതല്ല. വിശക്കുന്നവന് വയറ് നിറച്ച് ഉണ്ണുന്നതാണ് സുഖം. ആ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ വാരി കഴിക്കും ആർത്തിയോടുകൂടി. കഴിച്ച് വയറ് നിറഞ്ഞ് ദാ ഒരു കയ്യിൽ പായസം എന്ന് പറഞ്ഞാൽ അയ്യോ വേണ്ട വേണ്ട എന്ന് പറയും. അതെന്താ അതങ്ങനെ? അതുവരെ പ്രീതികരമായിരുന്ന ഭക്ഷണം വയറ് നിറഞ്ഞപ്പോൾ അപ്രീതികരമായി. ഈ ശീതം ഉഷ്ണം പോലെ പരസ്പരം വിപരീതങ്ങളാണ് സുഖദുഃഖം എന്നേ പറയാൻ പറ്റൂ. ഒരു സംഗതി ഇപ്പോൾ സുഖകരമാകാം, കുറച്ച് കഴിഞ്ഞാൽ അത് സുഖകരമല്ല. ദുഃഖമായത് ദുഃഖമല്ലാതെയാവും എല്ലാ സമയത്തും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വെയിറ്റ് വളരെ കൂടുതലാണ്, ഭാരം.
അത് കുറയ്ക്കാൻ വേണ്ടി ചില നിഷ്ഠയും നിയന്ത്രണവും ഒക്കെ പറയും. അപ്പോൾ വെയിറ്റ് കുറയാൻ വേണ്ടി ഭക്ഷണം കുറയ്ക്കുമ്പോൾ ആ കുറച്ച ഭക്ഷണം കഴിക്കുന്ന ശീലം അത് നല്ലതല്ലേ? അത് ഇഷ്ടാവൂലോ? കാര്യം ബുദ്ധിമുട്ടാണെങ്കിലും അത് ഇഷ്ടമാവുള്ളൂ. അപ്പോൾ ഈ മനസ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് മാറ്റുക. ശീതോഷ്ണ സുഖദുഃഖേഷു സമഃ സംഘവിവർജിത. അതിലെല്ലാറ്റിലും ഏകീകരണം, ഒരു സമീകരണം വേണം. ആ സമീകരണം എങ്ങനെ ഉണ്ടാവും? സംഘവിവർജിത, ഒട്ടനില്ലാതിരിക്കണം. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, കുട്ടികളുണ്ടായിക്കോട്ടെ, അവർ മുതിർന്നവരെ നോക്കൂ, അവർക്ക് കല്യാണം കഴിച്ച് കൊടുക്കൂ, അല്ലെങ്കിൽ വാങ്ങൂ, ഇതൊക്കെ ചെയ്തോളൂ. സംഘം എന്ന് പറയുന്നത് ഉണ്ടാവരുത്, ഒട്ടലുണ്ടാവരുത്. മകൻ്റെ കല്യാണത്തെ ചൊല്ലിയോ മകളുടെ കല്യാണത്തെ ചൊല്ലിയോ ക്രമത്തിലധികം ഒരച്ഛനോ ഒരു മനസ്സോ കഷ്ടപ്പെടരുത്. ചിലപ്പോൾ ആ പെൺകുട്ടി ഒരാളെ തിരഞ്ഞെടുത്തു എന്ന് വരാം, നിങ്ങൾ എന്ത് ചെയ്യും? ആൺകുട്ടിയും തിരഞ്ഞെടുത്തു എന്ന് വരാം, എന്ത് ചെയ്യും? പറയൂ. എൻ്റെ അമ്മ പറയാറുണ്ട്, മക്കളെ പെറ്റ വയറ് മദ്ദളം കൊട്ടിക്കളിക്ക്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മദ്ദളം കൊട്ടാൻ തയ്യാറായിട്ട് മക്കളെ പെറ്റാൽ മതി. ഒക്കെ നല്ലതായാൽ നല്ലത്, അല്ലെങ്കിലോ? അപ്പോൾ സമസംഘവിവർജിത. ഈ സമത്വത്തിന് എത്രത്തോളം ഗുണമുണ്ട്, വിലയുണ്ട് എന്ന് ചോദിച്ചാൽ, ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം. ഇഹൈവ തൈർജിത സർഗ. ഈ കൂട്ടരാൽ ഈ സർഗം, ഈ ലോകം, ഈ സൃഷ്ടി തന്നെ ജിത. കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തെ തന്നെ ജയിച്ചിരിക്കുന്നു അവർ, ലോകത്തെ തന്നെ ജയിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുണ്ടായി, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈക്വൽസ് സുഖദുഃഖം. ഈ ലോകത്തിൽ നിന്ന് സുഖദുഃഖങ്ങളല്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. അതിൽ ദുഃഖമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്, സുഖം ഇഷ്ടമുള്ളതാണ്. ഈ ഇഷ്ടമുള്ള സുഖം വേണമെങ്കിൽ അതിന് മുൻപിലും പിൻപിലും ദുഃഖമുണ്ടാവണം. അപ്പോൾ ദുഃഖത്തിൽ എന്താ വർജ്യത? ഒരു വർജ്യതയില്ല. ഇത് മനസ്സിലാക്കി സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ സ്വീകരിച്ചോളൂ. അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് സുഖം കുറയുകയോ ദുഃഖം കൂടുകയോ ചെയ്യോ? നോക്കൂ, സത്യം പറയുമ്പോൾ അതാണിതിന് സാഖ്യയോഗം എന്ന് പേര്. ഇവിടെ സത്യം ചുഴിഞ്ഞെടുത്ത് പരിശോധിച്ച് നോക്കി പരിഗണിച്ച് വിലയിരുത്തൽ മാത്രമേ ഉള്ളൂ. ഈ സമഭാവം വന്നതുകൊണ്ട് സുഖം കൂടുമോ? കൂടില്ല. ദുഃഖം കൂടുമോ? കൂടില്ല. സുഖം കുറയോ? കുറയില്ല. അപ്പം പറയാണ്, ഇഹൈവ തൈർജിത സർഗോ. ഈ പ്രപഞ്ചം, ഈ സൃഷ്ടിവിശേഷം മുഴുവനും ആ ആൾ തരണം ചെയ്തിരിക്കുന്നു. യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സാണോ സാമ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്? തുടക്കത്തിൽ അത് സമശീലം, ആ സമം പരിശീലിക്കുക എന്നുള്ളതായിരിക്കും. ആ പരിശീലനത്തിൻ്റെ സ്റ്റേജൊക്കെ പോയി സൈക്കിൾ ചവിട്ടാൻ ആദ്യം പഠിക്കുമ്പോൾ, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല കേട്ടോ, അത് പഠിക്കുമ്പോൾ പെഡലിൽ കൈ വെച്ച ഒരാൾ പിടിച്ച് ഇങ്ങനെ ചച്ചക്ക് മുച്ചുക്കും എന്ന് പറഞ്ഞ് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ 2 കൈയും വിട്ട് വരെ ഓടിക്കാം. അതുപോലെയാണ് ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ ഈ സമത്വം പരിശീലിക്കാൻ തുടങ്ങി നമ്മുടെ മനസ്സ് സാമ്യത്തിൽ ഉറച്ചു നിന്ന് തുടങ്ങി എന്ന് വന്നാലോ, നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. മനസ്സിന് ഈ സാമ്യാവസ്ഥ സ്ഥായിയായി കിട്ടിയെന്നുണ്ടെങ്കിൽ അതാണ് ബ്രഹ്മസ്ഥിതി, അതാണ് ബ്രഹ്മസാക്ഷാത്കാരം, അതാണ് ഭഗവത് ദർശനം, ഭഗവതീയത. അതാണ്. ഇങ്ങനെ ഇനിയും എനിക്ക് എത്ര വേണമെങ്കിൽ എനിക്ക് കോട്ട് ചെയ്യാം, എത്ര വേണമെങ്കിൽ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. യോഗവാസിഷ്ടം നിങ്ങളെല്ലാവരും പരിചയപ്പെടാതെ പറ്റില്ല. അതിനാണ് ഞാൻ വളരെ താല്പര്യമെടുത്ത് ആ മനഃപ്രശാന്തത എന്നുള്ള പുസ്തകം മലയാളത്തിൽ എഴുതി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. യോഗവാസിഷ്ടത്തിലേക്കുള്ള ഒരു പ്രവേശം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ആ ബുദ്ധിയെ ഉപയോഗിച്ച് തത്വവിചാരം ചെയ്ത് നമുക്ക് എതുവരെ പോവാം, എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, മനസ്സിൻ്റെ ദുസ്ഥിതി മുഴുവനും നമുക്ക് മാറ്റാം, ഇടുക്കങ്ങൾ മുഴുവനും മാറ്റാം. ബുദ്ധി കൊണ്ട് തത്വവിചാരം ചെയ്താൽ മതി. രാമനെ കൊണ്ട് എങ്ങനെയാണ് തത്വവിചാരം ചെയ്യിച്ചത്?
അതിന് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്നുള്ളത് ദൃഷ്ടാന്തപൂർവം വിവരിക്കുന്നതാണ് ആ പുസ്തകം. അതിലെന്തൊക്കെയാണ് ശ്രീരാമനോട് പറഞ്ഞിരിക്കുന്നത്? ഒരു പുസ്തകം എനിക്ക് തരുമോ? എൻ്റെ മനഃപ്രശാന്തത ഒരു പുസ്തകം. ആ മനഃപ്രശാന്തതയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എന്താണത്? സിദ്ധഗീത എന്നാണ് അതിന് പേര്. സിദ്ധഗീത. നിങ്ങളോട് ഞാൻ ഇന്നലെയോ മറ്റും പറയുണ്ടായി, ശരീരം എന്ന് പറയുന്ന നമ്മുടെ ശരീരം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യഭാഗമാണത്, സ്ഥൂലഭാഗം. അതിൻ്റെ ഉള്ളിലാണ് സൂക്ഷ്മ മനസ്സ്. അപ്പോൾ ആ മനസ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെ സാധിക്കും ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഒരു മറുപടിയും പറയാനില്ല. നോക്കൂ, ശരീരം സ്ഥൂലമാണ്, അത് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാ. അതിൻ്റെ ഉള്ളിലെ കടുകട പഴുതില്ല. ഒന്നിലോ മാംസം, ഇല്ലെങ്കിൽ രക്തം, ഇല്ലെങ്കിൽ മജ്ജ, ഇല്ലെങ്കിൽ അസ്ഥി, അതല്ലെങ്കിൽ കാറ്റ്, അതല്ലെങ്കിൽ വെള്ളം. ശരീരത്തിൽ 80% വെള്ളമാണെന്നാണ് പറയണത്. 80%. അപ്പോൾ ആ 80% വെള്ളമുള്ള, അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്ഥൂല ശരീരം മുഴുവനും സ്ഥൂല വസ്തുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരീരത്തോടു കൂടി പ്രവർത്തിക്കുന്ന മനസ്ഥലത്തിൽ നമുക്ക് ഇറങ്ങി ചെല്ലണം എന്ന് വന്നാൽ അത് ചെല്ലാനുള്ള വഴി എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണെന്ന്. പക്ഷേ അത് ചെല്ലാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വഴി എന്താ? അതിനുള്ള വഴി ഈ സിദ്ധഗീതയിലുള്ള പാട്ടുണ്ടല്ലോ, അത് മുഴുവനും അതാ. സിദ്ധഗീത എന്നാണ് അതിന് പേര്. അധികം ശ്ലോകങ്ങളൊന്നുമില്ല. ഈ സുഖം ദുഃഖം എന്ന 2 അനുഭവം മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. മനസ്സിൽ ചിന്തകളും വിചാരങ്ങളും ഭാവങ്ങളും ധാരാളം നിർഗളിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം, നല്ല പോലെ അറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ഇതാ ഒന്ന് പറഞ്ഞു തരാൻ കേട്ടോളൂ. അർത്ഥാദർത്ഥാന്തരം ചിത്തേ നാദു യാതി മധ്യേതു യാ സ്ഥിതി നിരസ്തമനനാകാര സാ സ്വരൂപസ്ഥിതി സ്മൃത. അർത്ഥാത് അർത്ഥാന്തരം ചിത്തേ യാതി മധ്യേതു യാ സ്ഥിതി. എല്ലാവരും ശ്രദ്ധിക്കണോ? ഒരു സെക്കൻഡ് മിണ്ടാണ്ടിരിക്കാൻ വിശ്രമം തരണോ? അപ്പോൾ എന്നെ നോക്കിക്കോളൂ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായി കിടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അതിനെ ചിത്രീകരിക്കാൻ സാധ്യമല്ല. ഈ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. എന്നാലും മനസ്ഥലം ജലാശയം പോലെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അതിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ടത് അവിടെ തന്നെ തിരോധാനം ഇല്ലാതെയാവും. പിന്നെ ഒരെണ്ണം വരും, പിന്നെ ഒരെണ്ണം വരും. ചിലപ്പോൾ ചെറുതാവാം, വലുതാവാം. ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ വിട്ടു. എന്നിട്ട് വേറെ ഒരു ചിന്തയ്ക്ക് പോകണമെങ്കിൽ എന്താ പറഞ്ഞേ? ഒരു ചിന്ത വിട്ട് ഇനി ഒരു ചിന്തയ്ക്ക് പോകണമെങ്കിൽ അർത്ഥാന്തരം ചിത്തേ നാ യാതി മധ്യേതു യാ സ്ഥിതി. ഒരു ചിന്തയും വേറൊരു വേറൊരു ചിന്തയും തമ്മിൽ നമ്മൾ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ വേർതിരിക്കണമെങ്കിൽ അവിടെ 2 ചിന്തകൾക്ക് മധ്യത്തിൽ നിശ്ചിന്തമായിരിക്കുന്ന ഒരിടവേള ഉണ്ടാവണം. അതാണ് ഇവിടെ വസിഷ്ഠൻ പറയണത്. അർത്ഥാത്, ഒരു വിഷയത്തിൽ നിന്ന് അർത്ഥാന്തരം, ഇനി ഒന്നിലേക്ക്, ചിത്തേ യാതി, ആ മനസ്സ് പോകുന്ന സമയത്ത്, മധ്യേതു യാ സ്ഥിതി, ആ 2 ചിന്തകൾക്കും മധ്യത്തിൽ എന്ത് സ്ഥിതിയാണോ ഉള്ളത്, നിരസ്തമനനാകാര. നിരസ്തമനനാകാര. ഒന്ന് പറയൂ, ഇനിയും പറയൂ. പോരാ, ഒരിക്കൽ കൂടി. മനനം എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാത്ത സമയം, മനനം എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാത്ത സമയം. ഒരു ചിന്ത വന്നു, അത് പോയി, ഇനി ഒരു ചിന്ത വന്നിട്ടില്ല. അത് 2ൻ്റെയും മധ്യത്തിൽ നിശ്ചിന്തമായിരിക്കുന്ന ഒരു ഗ്യാപ്പ്, ഒരിടയുണ്ട്. ഉണ്ടോ ഇല്ലേ? സാധാരണ നിലയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ആവശ്യമില്ല, ചെയ്യാറുമില്ല. ഇപ്പം ഇവിടെ അത് സത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. സത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയുള്ള ഒരു
ഒരിടവേളയുണ്ടല്ലോ, ആ ഇടവേള ആലോചിച്ച് നോക്കൂ രാമ. അർത്ഥാത് അർത്ഥാന്തരം ചിത്തേ യാതി മധ്യേതു യാ സ്ഥിതി. അവിടെ എന്താ സ്ഥിതി? നിരസ്തമനനാകാര. അവിടെ ഒരു തരത്തിലുള്ള മനനവും നടക്കുന്നില്ല. ആ നിരസ്തമനനം, മനനം തന്നെ ഇല്ലാതെയാകുന്ന ആ മധ്യവേളയുണ്ടല്ലോ, അതാണ് നമ്മുടെ ആത്മാവിൻ്റെ സ്വരൂപം. എത്ര തവണ പറയണം ഞാനിത്? അതാണ് നമ്മുടെ ആത്മാവിൻ്റെ സ്വരൂപം. സ്വരൂപം സ്വരൂപം ആത്മാവിൻ്റെ സ്വരൂപം അവിടെയാണ്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാവ് എന്ന് പറഞ്ഞു. ആ ആത്മാവിനെ കണ്ടുപിടിക്കാനുള്ള വഴി ഈ രണ്ട് ചിന്തകൾക്ക് മധ്യത്തിൽ നിരസ്തമനനമായിരിക്കുന്ന ഒരു സ്വരൂപം, ഒരു സ്വഭാവം അവിടെയുണ്ട്. അതാണ് സാ സ്വരൂപസ്ഥിതി സ്മൃത. അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള സ്വരൂപസ്ഥിതി. നമ്മുടെ രൂപം അതാ. അവിടുന്നാണ് എല്ലാ ചിന്തകളും പുറപ്പെടുന്നത്. അവിടേക്കാണ് ഇത് പോണത്. പിന്നെയും അവിടുന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഒരു ചിന്തയ്ക്ക് മുമ്പും അതിൻ്റെ പിൻപും എന്താണോ ഉള്ളത് അത് തന്നെയല്ലേ ചിന്തയിലും? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ ഇടവേളയിൽ നിന്നാണ് ചിന്ത പുറപ്പെടുന്നത്, പിന്നെ തിരിച്ചു വരുന്നതും അവിടേക്കാണ്. അപ്പോൾ ഈ തുടക്കത്തിലും അവസാനത്തിലും എന്താണോ ഒരു വസ്തു അത് തന്നെയാണ് മധ്യത്തിലും. സ്വർണം കൊണ്ട് പണ്ടമുണ്ടാക്കി എല്ലാം ഉരുക്കിയിട്ട് സ്വർണമാക്കി. അപ്പോൾ ആദ്യവും സ്വർണം അവസാനവും സ്വർണം. അങ്ങനെയുള്ളത് പണ്ടായിരിക്കുമ്പോഴും സ്വർണ്ണമല്ലേ? അതുപോലെയാണ്. ഇനി ഈ സിദ്ധഗീതയിലുള്ള ആ പരാമർശം ഇത് 27-ാമത്തെ പേജിലാണ്. ഞാൻ 11 എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് പുസ്തകത്തിലുള്ളതാണ്, തെറ്റിപ്പോയി. ഇത് 27-ാമത്തെ പേജിലാണ്. എന്താ ഈ സംഭവം? ജനക മഹാരാജാവ് അനുയായികളോടുകൂടി നായാട്ടിനു വേണ്ടി ഒരു ദിവസം പുറപ്പെട്ടു. കാട്ടിലെത്തി. എന്നിട്ട് നായാട്ടമൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനക മഹാരാജാവും അനുയായികളുമുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനകൻ്റെ നോട്ടം മേപ്പെട്ടായി. എന്തോ ഒരു പാട്ട് കേൾക്കണം. ആ പാട്ട് ഒരു സംഘഗാനമാണ്, ഒറ്റയ്ക്ക് പാടുന്നതല്ല. എന്നാലോ ഒറ്റപ്പാട്ടുമുണ്ട് അവിടെ. അത് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കുറേ മഹർഷിമാർ സഞ്ചരിക്കുന്നു. ആ മഹർഷിമാർ ഒറ്റയ്ക്കും ഒരുമിച്ചും പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് കേട്ടപ്പോൾ വളരെ ഹൃദയസ്പൃക്കായി തോന്നിയിട്ട് അത് ശ്രദ്ധിച്ച് ആ പാട്ടിൻ്റെ പിന്നാലെ ജനകൻ പോയത്രേ, ബാക്കിയുള്ളവരെയൊക്കെ വിട്ടിട്ട്. ആ സിദ്ധന്മാരായിരുന്നു സിദ്ധന്മാരാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ പാടിയ പാട്ടാണ്. പറയട്ടെ, ഞാനത് പറയട്ടെ. എന്നിട്ട് എനിക്കൊരു തൃപ്തി ഉണ്ടാവുമോ? നിങ്ങളെ ശ്രോതാക്കൾ കേട്ട് മനസ്സിലാക്കിയെന്നൊരു തൃപ്തി എനിക്ക് നിങ്ങൾ തരുമോ? ശരി. ദൃഷ്ടദൃശ്യസമായോഗാത് പ്രത്യയാനന്ദനിശ്ചയ യസ്തം സ്വം ആത്മതത്വോത്ഥം നിഷ്പന്ദം സമുപാസ്മഹേ. ഇവിടെ ആരാധന നടക്കണം. എത്ര വിളക്കാ കൊളുത്തി വെച്ചിരിക്കുന്നത്. കൃഷ്ണൻ്റെ ഒരു പ്രതിമയുമുണ്ട് അവിടെ. എന്തെല്ലാം മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, നെയ്യ്, എണ്ണ, പുഷ്പം, നിവേദ്യം, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആരാധനയുടെ ഒരു ഭാഗമാണ്. യോഗാസനം എടുക്കുന്നവരുടെ അടുത്ത് പോയാൽ അവർ കാലത്ത് എണീറ്റ് യോഗാസനം എടുക്കുക, 1/2 മണിക്കൂർ 1 മണിക്കൂർ. ധ്യാനത്തിൽ മുഴുകുന്നവർ ധ്യാനത്തിൽ മുഴുകും. ഇങ്ങനെ പല വിധത്തിലുള്ള ആരാധനയും ഉപാസനയുമാണ്. ഇവിടെ മഹർഷിമാർ സിദ്ധപുരുഷന്മാരാ. സിദ്ധപുരുഷന്മാരെന്ന് പറഞ്ഞാൽ എന്താ? അവരെ സാധന സിദ്ധമായി. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. എന്താണ് കിട്ടാനുള്ളത്? അറിവാണ് കിട്ടാനുള്ളത്. അറിവ് അറിവ് അറിവ്. അപ്പം ജ്ഞാനമാണ് സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ജ്ഞാനലബ്ധിയിലാണ്. ആ ജ്ഞാനം അവർക്ക് കിട്ടി. ആ ജ്ഞാനം കിട്ടിയപ്പോൾ പ്രാപ്യസ്ഥാനം തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലായി, പുറത്തല്ല. ദൈവം എന്ന് പറഞ്ഞ് നാം ഉറ്റുനോക്കേണ്ടത് പുറത്തേക്കല്ല, അകത്തേക്കാണ്. എല്ലാറ്റിൻ്റെയും ഉറവിടം മനസ്സാണ്, അനുഭവങ്ങൾക്ക് സ്രോതസ്സ്. ആ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ മനസ്സ് പോലും നിർഗളിക്കുന്നത് എവിടുന്നോ അതിൻ്റെ സ്രോതസ്സാണ് പരമാത്മതലം. ആ തലത്തിൽ എത്തിച്ചേരണം. അവരവിടെ എത്തിച്ചേർന്നവരാണ്.
അങ്ങനെ എത്തിച്ചേരുന്നവരും ചേരാൻ ഉദ്ദേശിക്കുന്നവരും അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? അവനവൻ്റെ സ്വന്തം ഉള്ള്. അപ്പോൾ തൻ്റെ സ്വന്തം ഉള്ളിലായി അവരുടെ ഉപാസന. അപ്പോൾ സ്വന്തം ഉള്ളിൽ ഉപാസിക്കണമെങ്കിൽ ഉപാസനാ ദ്രവ്യം എന്താ എന്ന് ചോദിച്ചാൽ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും നിർഗളിക്കുന്ന വിഭവങ്ങളാണ്. അവർ പുഷ്പങ്ങൾ തേടി പോവില്ല, ഫലങ്ങൾ തേടി പോവില്ല, മറ്റ് ദ്രവ്യങ്ങളും തേടില്ല. അവർക്ക് നൽകാനുള്ളത് മനഃസൃഷ്ടവും ബുദ്ധിസൃഷ്ടവുമായ കാര്യങ്ങളാണ്. അവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു വിചാരമാണ് ഈ പദ്ധതി. ഇവിടെ ഇതാ അവർ പറയണ കേട്ടോളൂ. ദൃഷ്ടൃ ദൃശ്യ സമായോഗാത് പ്രത്യയ ആനന്ദനിശ്ചയ. നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഒരു വിശേഷ അനുഭവമുണ്ടോ, എന്തെങ്കിലും നിങ്ങളൊന്ന് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, മണക്കുമ്പോൾ, രുചിക്കുമ്പോൾ, തൊടുമ്പോൾ എപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടാവണം. ഈ അനുഭവം വെറുതെ ഉണ്ടാവില്ല. ശരിക്കും കേട്ട് ഗ്രഹിക്കുമോ നിങ്ങൾ? അനുഭവം വെറുതെ ഉണ്ടാവില്ല. ഒരാൾ കിടന്ന് ഉറങ്ങുമ്പോൾ അയാൾക്ക് അനുഭവം ഉണ്ടാവുമോ? അപ്പോൾ അനുഭവം ഉണ്ടാവണമെങ്കിൽ മനസ്സ് സ്പന്ദമാനമാകണം. ആ മനസ്സിൻ്റെ സ്പന്ദനത്തിൽ എന്തൊക്കെയാണ് ഉരുത്തിരിയുന്നത്? ആദ്യമായി കാണണം, കേൾക്കണം എന്ന് തോന്നുന്ന ഒരു വിചാരം വന്നതോടുകൂടി അവിടെ കാണുന്നവൻ, ദ്രഷ്ടാവ് ഒരാൾ വേണം. ദ്രഷ്ട അല്ലെങ്കിൽ ദൃക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവൻ ഉണ്ടെങ്കിലേ കാഴ്ച നടക്കൂ. കാഴ്ച വേണമെങ്കിൽ കാണപ്പെടാൻ ഒരു വസ്തു വേണം. അപ്പം ദ്രഷ്ട എന്ന് പറയുന്ന സബ്ജക്റ്റ് ആദ്യമായി തൻ്റെ അന്തരംഗത്തിൽ നിന്ന് രൂപപ്പെടുന്നു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദ്രഷ്ട എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, ആ ദ്രഷ്ട എന്ന് പറയുന്ന ഒന്ന് ആദ്യമായി നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ആ ദ്രഷ്ടാവ് ഉദ്ഭവിച്ചതിന് ശേഷം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ദർശനം തുടങ്ങുന്നു. ദർശനം എന്ന് പറയുക, ദർശിക്കുക ഒരു ക്രിയാപദമാണ്. ക്രിയാപദം വേണമെങ്കിൽ കർത്തൃപദം വേണം. ആ ക്രിയാപദം സകർമ്മകമാണെങ്കിൽ അതിന് എങ്ങോട്ട് ചെല്ലണമോ അവിടെ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ആദ്യമായി ദ്രഷ്ടാവുണ്ടായി, ദർശനം വേണമെന്ന് തോന്നി പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെടുമ്പോൾ എന്തിനെ ദർശിക്കണമോ ആ ദർശിക്കേണ്ട കാര്യവും അവിടെ ദൃശ്യമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പം ദ്രഷ്ട, ദർശനം, ദൃശ്യം, ഇത് മൂന്നെണ്ണം ഇല്ലാതെ നിങ്ങൾക്ക് ദർശനാനുഭവം ഉണ്ടാവില്ല. എല്ലാ അനുഭവത്തിലും അനുഭവിക്കുന്ന അനുഭവി ഒരാൾ വേണം, അനുഭവിക്കുന്ന പ്രക്രിയ വേണം, അനുഭവിക്കപ്പെടുന്ന വസ്തു വേണം. ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടായി ദൃഷ്ടൃ ദൃശ്യ സമായോഗാത്. ഈ ദർശനം എപ്പോഴാണ് സംഭവിക്കുന്നത്? ദ്രഷ്ട എന്ന് പറയുന്ന ആ ഭാവം ദൃശ്യം എന്ന് പറയുന്ന ഭാവത്തോടുകൂടി ചേരുമ്പോഴാണ് ദർശനം. ദൃഷ്ടൃ ദൃശ്യ സമായോഗാത്. ദ്രഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള ഒരു സമായോഗം, ഒരു കൂടിച്ചേരൽ നടക്കുമ്പോഴാണ് പ്രത്യയാനന്ദ നിശ്ചയ. അപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദാ സന്തോഷകരമായ ഒരു കാഴ്ച എനിക്കുണ്ടായി എന്ന് പറയുന്ന ആ നില. എല്ലാവിധത്തിലുള്ള ആനന്ദങ്ങളും സുഖങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്, ഉണർവ് രചിക്കുന്നതാണ്. ആ ഉണർവ് വെറുതെ ആനന്ദം രചിക്കില്ല. എന്തെങ്കിലും ഒന്ന് കണ്ട് അല്ലെങ്കിൽ കേട്ട് ആ വസ്തുവുമായി ചേരുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്. അങ്ങനെ ചേരാൻ ദ്രഷ്ടാവ് വേണം, ദൃശ്യം വേണം, രണ്ടും കൂടി ഇണങ്ങി ദർശനവും ഉണ്ടാവണം. ഈ മൂന്നും പുറത്ത് നടക്കുന്ന പ്രക്രിയയല്ല, അകത്ത് നടക്കുന്നതാണ്. അങ്ങനെ ദ്രഷ്ടാവും ദൃശ്യവും കൂടിയുള്ള സമായോഗത്തിൽ നിന്നാണ് എല്ലാവിധത്തിലുള്ള പ്രത്യയങ്ങളും അത് നൽകുന്ന ആനന്ദങ്ങളും പുറപ്പെടുന്നത്. ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കി ആ മൂന്നിൽ രണ്ടെണ്ണം തമ്മിൽ ഒരു യോജിപ്പുണ്ടാക്കി ആ യോജിപ്പിനെ പല വിധത്തിലുള്ള അനുഭവ വിശേഷങ്ങളായി നാമകരണം ചെയ്ത് രൂപപ്പെടുത്തി ആനന്ദമനുഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെല്ലാറ്റിനുമുള്ള ഉറവിടം പുറത്തോ അകത്തോ? പുറത്തോ അകത്തോ? അകത്ത്. അകത്ത് മിണ്ടരുത്, പുറത്തുനിന്ന് മിണ്ടിപ്പോകരുത്. സർവ അനുഭവങ്ങൾക്കും നിദാനം നമ്മുടെ ഉള്ളാണ്.
ഉള്ളു വിട്ടൊരു വെളിയില്ല. ഉള്ള വെളി എന്ന് പറയുന്നത് പോലും മനസ്സിൻ്റെ ഭാവവ്യത്യാസങ്ങളാണ്, മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്, പ്രത്യയങ്ങളാണ്. ദൃഷ്ടദൃശ്യസമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വം ആത്മതത്വോത്ഥം. ഏത് കേന്ദ്രസ്ഥാനത്തിൽ നിന്നാണോ ഈ ദൃശ്യ ദർശന ഇത് മൂന്നെണ്ണവും ഉണ്ടായത്, ആ മൂന്നെണ്ണത്തിനും ഉറവിടമായിരിക്കുന്ന ആ ആത്മ കേന്ദ്രീയതയുണ്ടല്ലോ, അതെങ്ങനെയാ? നിസ്പന്ദം സമുപാസ്മഹേ. അതൊരിക്കലും അനങ്ങുന്നില്ല. ഇങ്ങനെ മൂന്നെണ്ണം എന്നൊക്കെ പറഞ്ഞാലും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കണക്കുന്ന ഉണർവ് സ്വല്പമെങ്കിലും ചലിക്കുന്നുണ്ടോ? അതെവിടേക്ക് ചലിക്കും? നിറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിന് സ്പന്ദനമോ ചലനമോ സാധ്യമാണോ? മിണ്ടറില്ല. 17 കൊല്ലമായി കൂട്ടരെ, എന്നിട്ട് നിങ്ങളുടെ മനസ്സ് ഉണരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് വേണം? തലകുത്തി നിർത്തണോ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവ് നിറഞ്ഞിരിക്കുന്നു, അത് ഒരിക്കലും അനങ്ങില്ല. അനങ്ങളില്ലെങ്കിൽ പിന്നെ ഈ വ്യത്യാസങ്ങൾ എങ്ങനെ വരുന്നു? ആ വ്യത്യാസങ്ങൾ ഭാവാത്മകമായി സങ്കല്പാത്മകമായി വരുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ വസ്തുക്കളുമായി താരതമ്യപ്പെടുത്താത്തത്. ഈ മായ, യോഗമായ എന്നൊക്കെ പറയണത് എന്താ? വാസ്തവത്തിൽ ദ്രഷ്ടാവോ ദൃശ്യമോ ദർശനമോ വേറെ 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 അവിടെ ഉണ്ടാവുന്നില്ല. ദ്രഷ്ടാവും ദൃശ്യവും സമായോഗം ദർശനവും ഒക്കെ സമയമില്ലാതെ തന്നെ നടക്കുന്നതാണ്. എല്ലാറ്റിനും ഉറവിടം നമ്മുടെ ഉള്ളാണ്. ആ ഉള്ള് നിസ്പന്ദം, അത് അനങ്ങുന്നില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും ശരീരത്തിന് വിട്ടുപോകുന്നുണ്ടോ? പോയാൽ പിന്നെ തിരിച്ചു വരുമോ? നിസ്പന്ദം സമുപാസ്മഹേ. അങ്ങനെയുള്ള ഒരു വസ്തുവിശേഷത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഉപാസിക്കുക? അതിനെക്കുറിച്ച് വിചാരം ചെയ്യും, ആലോചിക്കും, വിചാരം ചെയ്യും, ആലോചിക്കും. ആ ആലോചനയാണ് ഞങ്ങളുടെ ഉപാസന. നമ്മളിവിടെ പുഷ്പങ്ങളെടുത്ത് മൂർത്തിയെ വെച്ച് പല മന്ത്രങ്ങളും തന്ത്രങ്ങളുമെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് ഇങ്ങനെ അർപ്പിക്കുക, പിറ്റേ ദിവസം അത് എടുത്തു കളയുക. അതല്ല അവിടെ. നമ്മുടെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും നിർഗളിക്കുന്ന വിചാരങ്ങൾ മുഖേന ആ പരമസത്യം അത് നിശ്ചലമാണ്. അതിനാണ് ദൃഷ്ടഭാവം, അതിനാണ് ദൃശ്യഭാവം, അതിനാണ് ദർശനം എന്ന പരിണാമം, പരിണതഫലം. ഇങ്ങനെ ദ്രഷ്ടാവെന്നും ദൃശ്യമെന്നും ദർശനമെന്നും സമായോഗമെന്നും അത് മൂന്നിനും ഉറവിടമായിരിക്കുന്ന നിസ്പന്ദമായ ആ ആത്മതത്വം അപ്പോൾ എത്രയായി? 4ആയി. ദ്രഷ്ട, ദൃശ്യം, ദർശനം. അതിൻ്റെ ഉറവിടമായ ആത്മതത്വം 4 എണ്ണം. ഈ 4 എണ്ണത്തിനെ കുറിച്ച് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അധ്യാത്മവിദ്യയുടെ അരിത്തമെറ്റിക്സ് കിട്ടിയില്ലേ? ഇപ്പോൾ എന്താ വരുമിട്ടാത്തെ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? ഉള്ളിലൊരു മത്തങ്ങ, ഒരു പൂച്ച, ഒന്നുമില്ല അവിടെ. അവിടെ ഒരു കരിങ്കല്ലാന്നാണ് നിങ്ങളുടെ ധാരണ. കരിങ്കല്ല്. എങ്ങനെയാണ് ഈ കരിങ്കല്ലായ ഇത് മുഴുവൻ ഉണ്ടാവുക? ഓരോ ദർശനത്തിലും ഇങ്ങനെ ദൃഷ്ടസ്ഥാനവും ദൃശ്യസ്ഥാനവുമുണ്ട്. രണ്ടും കൂടിയിട്ടുള്ള ഒരു കൂട്ടിമുട്ടലും ചേരലുമുണ്ട്. ആ ചേരൽ വഴിക്ക് മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാകുന്നുള്ളൂ. പെട്ടെന്ന് കഴിയും, സമയം വേണ്ട അതിന്. ദൃഷ്ടദൃശ്യസമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വം ആത്മതത്വോത്ഥം നിസ്പന്ദം സമുപാസ്മഹേ. ഇനി ഞാനൊരു കാര്യവും കൂടി പറഞ്ഞു നിർത്താം. ഒരു 2 മിനിറ്റ് സമയം എടുക്കേണ്ടി വരും. എന്താണ് ആ കാര്യം? നിങ്ങൾക്ക് അനവധി ആഗ്രഹങ്ങളുണ്ടല്ലോ. ഈ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം പല വസ്തുക്കളോടുമുള്ള ആഗ്രഹമാണെന്ന് പലതവണ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒരു സ്ഥൂല വസ്തുവിനെയും കാണുന്നില്ല. സ്ഥൂല വസ്തുക്കളെ കാണിച്ചു തരുന്ന കണ്ണ് ആ വസ്തുക്കളുടെ ഒരു പ്രതിച്ഛായ മനസ്സിനെ കൊണ്ട് എടുപ്പിച്ച് ആ മനസ്സിനുള്ള പ്രതിച്ഛായയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ കാണുന്നത് മുഴുവൻ മനസ്സിൻ്റെ ഛായകളോ അതോ സ്ഥൂല വസ്തുക്കളോ? അപ്പം മനസ്സിൻ്റെ ഛായയിൽ മനസ്സല്ലാതെ വല്ലതും ഉണ്ടോ? ഒരാനയെ കണ്ടു, ആ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആനയാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ കുതിരയാവുക? ആനയെ കാണുന്നില്ല, സൂര്യനെ കാണുന്നില്ല,
സൂര്യൻ്റെ ഒരു ഛായ ഉണ്ടാക്കുകയാണ്. കണ്ണാടിയിൽ ഒരാന പ്രതിബിംബിച്ചാൽ കണ്ണാടി ആനയാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ എന്താ അവിടെ ആവണത്? ഒന്നും ആവുന്നില്ല. അപ്പം നിങ്ങളുടെ ഈ ആഗ്രഹം എന്തിനോടാ? ഒന്നുമല്ലാത്തതിനോട്, മനസ്സിൻ്റെ പ്രതിച്ഛായകളോടാണല്ലോ നിങ്ങൾക്കുള്ള ആഗ്രഹം. ആ പ്രതിച്ഛായയിൽ മനസ്സല്ലാത്ത വല്ലതുമുണ്ടോ? അപ്പം പിന്നെ എന്തിനാഗ്രഹിക്കണു? ബുദ്ധിയുള്ളവരാഗ്രഹിക്കോ? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? എന്നാൽ പിന്നെ ആഗ്രഹിക്കോ? എന്താ ഇവര് മിണ്ടാത്തെ? നമ്മുടെ മനസ്സിലുള്ള പ്രതിച്ഛായകളാണപ്പാ ഉള്ളത് മുഴുവനും. ഉള്ള സൗന്ദര്യം മുഴുവനും വൈവിധ്യം മുഴുവനും മനസ്സ് രചിക്കുന്നതാണ്. അതിൽ പൊരുൾ എന്നുള്ള നിലയ്ക്ക് മനസ്സ് മാത്രമേ ഉള്ളൂ, ചേതന മാത്രമേ ഉള്ളൂ. അപ്പം ചേതനയുടെ വിവിധ കൃത്രിമങ്ങളാണിത് മുഴുവനും. അങ്ങനെ വരുമ്പോൾ പറയാണ്, ദൃഷ്ടദർശന ദൃശ്യാനി ത്യക്ത്വാ വാസനയാ സഹ ദർശനപ്രഥമാഭാസം ആത്മാനം സമുപാസ്മഹേ. ഞങ്ങൾ ഉപാസിക്കുന്നത് ആരെയാ? ദർശന ദൃശ്യാനി ത്യക്ത്വാ. ദ്രഷ്ട, ദർശനം, ദൃശ്യം എന്ന് പറയുന്ന മൂന്നെണ്ണത്തിനെയും വിട്ട് അവയോട് ബന്ധിച്ച് കിടക്കുന്ന വാസനകൾ മുഴുവൻ നിരർത്ഥകമാണെന്ന് മനസ്സിലാക്കി വിട്ടുകളഞ്ഞ് ദർശനപ്രഥമാഭാസം. ഒന്നെൻ്റെ കൂടെ വരുന്നപ്പാ. ദർശനപ്രഥമാഭാസം. ഈ ദ്രഷ്ടാവും ദൃശ്യവും ദർശനവുമായി ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ടല്ലോ. ആ അനുഭവം രചിക്കുന്ന അതിൻ്റെ ആ സ്രോതസ് എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടിയെയും മനസ്സിനെയും പതിപ്പിച്ച് ഞങ്ങൾ ഉപാസിക്കുന്നു. ആത്മാനം സമുപാസ്മഹേ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഭൂമാനന്ദ സ്വാമിജിക്ക് പിന്നെ ഇവിടെ വരണമെന്നില്ല. പിന്നെ സംസാരിക്കാനോ പറയാനോ ഒന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ പുറം വസ്തുവിനോടല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ രചനയോടാണ്. ആ മനോരചനകളിൽ മനസ്സല്ലാത്ത ഒന്നും തന്നെയില്ല, ഒന്നും തന്നെയില്ല. അപ്പം മനസ്സിനെ അഭിലഷിക്കുമോ? എന്താ വരുമുണ്ടാതെ? നിങ്ങളുടെ മനസ്സല്ലാതെ ഒരനുഭവം നിങ്ങൾക്കില്ല. അപ്പം അനുഭവത്തിൻ്റെ പേരിലുണ്ടാവുന്ന ആശകൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കി ആ വിവേകത്തിൻ്റെ പേരിൽ ദർശനപ്രഥമാഭാസം, ഈ ദർശനം മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്ന ആ മൂലപ്പൊരുളിനെ ഞങ്ങൾ ബുദ്ധിയിലും മനസ്സിലും താങ്ങി നിർത്തുന്നു. സത്യം പരം ധീമഹി. കേട്ടോ നിങ്ങൾ? സത്യം പരം ധീമഹി. ഇത് ബുദ്ധിയിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഇതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതൊന്നും പറ്റില്ല. അവിടെ ബുദ്ധിയിൽ ആലോചിച്ച് നിർത്താം. അതാണ് ഭാഗവതം ആദ്യമേ മുതൽക്ക് പറയുന്നത്. സത്യം പരം ധീമഹി. നിർത്തട്ടെ ഞാൻ. ശാന്തസ്വഭാവമജരാത്മകമേഘ സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. തദ്ദൈവമേവ മമ സർവം അഹം തദേവ. ഹരി ഹരി ഹരി. സമാപന ഓംകാരം. ഓ